അത് ഇച്ചിരി കറി വിളഞ്ഞെടുത്തണം നേടി. കറിയോ? എന്താണെന്നറിയില്ല, ഇവിടെ വന്നേ പിന്നെ ഭയങ്കര വിശപ്പാണ്. ഓ, അല്ലെങ്കിൽ വിശപ്പില്ലാത്തൊരു മഹാൻ. നീ അവനൊന്നും കൊടുക്കാറില്ലേ? പിന്നെ എങ്ങനെയാ ആങ്ങളെ എങ്ങനെ ഇരിക്കണേ? അളിയിൽ എനിക്ക് വേണ്ട. എന്താ സാധനങ്ങൾക്കൊക്കെ വില? ഉള്ളി 128 1 കിലോ, സവാള ആണെങ്കിൽ 64. നമ്മളിപ്പോ ഉരുളക്കിഴങ്ങല്ലേ കഴിക്കുന്നത്? ഉരുളക്കിഴങ്ങിനും 64. ആ, ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എല്ലാവരും പിന്നെ നമ്മൾ ലാറ്റിനിൽ പോകുമ്പോൾ പറയാൻ പറ്റും. നീ എന്തൊരു വർത്താനം നീ പറഞ്ഞത്? ഈ സാധനങ്ങളുടെ വരവ് ചെലവ് അതിന്റെ വില അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു വേണം ജീവിക്കാൻ. ഇത് വെറുതെ നമ്മൾ മരത്തിൽ നിന്ന് കുലുക്കി പറിച്ച് ഉണ്ടാക്കുന്നതല്ലേ? അല്ല, ഞാൻ ഒരു സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. കാര്യത്തിലെടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോ എന്ത് സാധനത്തിന് എന്ത് വിലയായാലും നമുക്ക് ഏറ്റവും ഒടുവിൽ കപ്പയുണ്ടല്ലോ, കപ്പ ഉണക്കം മീനോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ജീവനാ. അടിയ ഫ്രണ്ട് നട്ട് പിടിപ്പിച്ചേക്കല്ലേ കപ്പ ആവശ്യത്തിന്. അത് കണ്ടാന്നാ ലാവിഷായിട്ട് നിൽക്കല്ലേ. അത് വളർന്ന് വലുതായിട്ട് അതിൽ നിന്ന് കപ്പയും കഴിച്ചിട്ടാ ഞാൻ പോകും. അത് വളർന്ന് വലുതാകുമ്പോൾ 5-6 മാസമെങ്കിലും പിടിക്കും. മതി, അത് സാവകാശം വളർന്നോട്ടെ. ഇനി 6 മാസം 1 വർഷം എടുത്ത് വളർന്നോട്ടെ. എന്നിട്ട് അതിൽ നിന്ന് കപ്പ തിന്നിട്ടെ ഞാൻ പോകും. അല്ല, മുട്ടയില്ലേ? എനിക്കല്ല, മുട്ട പൊരിച്ച് ആ കുട്ടിക്കല്ലേ, അക്കളിക്കല്ലേ? അല്ലല്ല, അവളാണെങ്കിലും ഇത് കഴിക്കില്ല, മഞ്ഞ കഴിക്കില്ലല്ലോ. അക്കളിയല്ലേ, ഇവള് കഴിക്കും മുട്ട. അവളെ രാവിലത്തെ ഡയറ്റില് മുട്ടയാ മെയിൻ. മഞ്ഞ കഴിക്കില്ലല്ലോ. മഞ്ഞ ഞാൻ കഴിക്കുമല്ലോ. ഒന്നും വിടില്ല. മുട്ട 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 എന്റെ പേര് പറഞ്ഞ അങ്ങനെ തിന്നണ്ട ക്ലീറ്റോ. അപ്പൊ അത് കഴിക്കും. അത് തിന്നി വല്ല ദഹനക്കേട് പിടിക്കും. മുട്ടയല്ലേ ചോദിച്ചോളൂ, വേറെ ഒന്നും അല്ലല്ലോ. പിന്നെ നിസാരമല്ലോ മുട്ട. ഈ പൊടിപ്പിക്കുന്ന മെഷീനിലേക്ക് അരിയിട്ട് കൊടുക്കുന്നുണ്ടല്ലേ. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഓർത്തു പോയതാണ്ടാ, ആരെയും കുറ്റം പറഞ്ഞതല്ല. വരവ് ചെലവ് നമ്മൾ അറിയണം. കാരണം ഇതൊന്നും നമ്മൾ വെയിൽ കൊണ്ടും ഉറക്കൊഴിഞ്ഞുണ്ടാക്കുന്ന പൈസ ഇതൊക്കെ അത് അധ്വാനിക്കുന്നവർക്ക് അവൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അതാണ് എന്തറിയാം, അല്ലെ ജീവിച്ചിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ലാവിഷായിട്ട് തന്നെ ജീവിക്കണം. ചുമ്മാ നമ്മൾ ഈ ദാരിദ്ര്യം പറഞ്ഞ് തിന്നും ജീവിച്ചിട്ട് ഒരു കാര്യമല്ല. ഇരിക്കണേ ഇവിടെ തട്ടിപ്പോയി എന്ത് ചെയ്യോളി. അത് തന്നെയല്ല, ഭക്ഷണ കാര്യത്തിന് ഇങ്ങനെ കണക്ക് പറയാൻ പാടില്ല. കണക്ക് പറയാൻ പാടില്ല. തിന്നുന്ന കാര്യത്തിൽ ഒരു കണക്ക് വേണം. അത് വേണം. ഒരെണ്ണം കൂടെ വയ്ക്കും. അത് തിന്നെ. അല്ല, അളിയനും അല്ല, ഒരു പണി അങ്ങോട്ട് വെച്ചു. അല്ല, അളിയനൊരെണ്ണം കൂടെ വയ്ക്കാം. എനിക്കല്ല. അല്ല, എപ്പോഴും ഇങ്ങനെ എടുത്ത് എന്റെ ഭാര്യ നീ ക്ലീറ്റോ എന്തെങ്കിലും ക്ലീറ്റോ, അങ്ങനെ ആരുടെ മുഞ്ഞി മോറൊന്നും കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. എന്തിന് എടി, ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഈ നിൽക്കുന്നത് എൻ്റെ സ്വന്തം പെങ്ങളും. അവൾ ഉണ്ടാക്കി തരുന്ന ഈ ഭക്ഷണം എനിക്ക് അവകാശപ്പെട്ട ഭക്ഷണം. ഇത് കഴിക്കണേന് ആർക്കവിടെ എതിർപ്പ്? പിന്നെ ആളിയും പറയണ അതൊക്കെ ആളിയും വെറുതെ തമാശ പറയണല്ലേ. ഫോൺ ചെറുത്തടി. ഇവർക്കൊന്നും തമാശ തിരിച്ചറിയാനുള്ള ഇത് സെൻസ് ഇല്ലടിയാ. ഓ അമ്മാവനാ. അമ്മാവനാ? ഹലോ, ആ അമ്മാവാ, എന്താ വിശേഷം? വരുന്നുണ്ടോ? എപ്പോ? കുറച്ച് ദിവസം നിൽക്കാൻ കണക്കിന് വരാൻ പറ. അതെ, വന്നിട്ട് അങ്ങനെ വെറുതെ ഓടിപ്പോവാന്ന് വിചാരിച്ചു വരണ്ട. ഇവിടെ നിക്കാൻ പാകത്തിന് വന്ന. ചുരുങ്ങിയത് 1 മാസം നിക്കണം അമ്മാവൻ. കാണാൻ കൊതിയാണ് അമ്മാവ. ആ ശരി, ഞാൻ അതേ ക്ലീറ്റന്റെ കൊടുക്കാം. 1 മിനിറ്റ്. ഹലോ, പട്ടായല്ലോടി. ക്ലീറ്റ അമ്മാവൻ വരാൻ പോണെന്ന്. എന്നാലും ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറിയിപ്പില്ലാണ്ട്? അയ്യോ പാവം, നമ്മളെ കാണാൻ കൊതിയാവുന്നു. ഞങ്ങൾക്ക് ഒരു അമ്മാവനേ ഉള്ളേ. പൊന്നോ, ഞങ്ങളെന്ന് പറഞ്ഞ ചാവും അമ്മാവൻ. ഇവളുടെ അമ്മയുടെ ആങ്ങളെയാ. കല്യാണം കഴിച്ചിട്ടില്ലേടി? ഭയങ്കര ഒരു കഥാപാത്രമാണ് ആള്. ഇന്ന് വരും. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്താന്നാ പറഞ്ഞേ. അതെയോ? ആ, ഞാൻ പറഞ്ഞിട്ടുണ്ട് 1 മാസം നിക്കാൻ പാകത്തിന് വന്നോന്ന്. ആ, നന്നായി. അതെ, പിന്നെ അമ്മാവന്റെ കഥകൾ കേൾക്കണ്ടല്ലോ, ഭയങ്കര തമാശയാ. നീ ഇനി നോക്കിയോ, കുറെ ദിവസം നിനക്ക് ചിരിച്ചും മരിക്കാം. ഞാനും ഇവിടെ ആങ്ങളെ ഉണ്ടല്ലോ, കനകനും കൂടെ, ഞാൻ ചെറുതടിക്കുന്ന കൂട്ടത്തില്ല. ചെറുതൊന്നും അല്ല, നല്ല വലുതായിട്ട് തന്നെ അടിക്കും. എല്ലാ ദിവസവും അടിക്കും. പക്ഷെ അടിച്ചു കഴിഞ്ഞാൽ അലമ്പൊന്നുമില്ല. ഇച്ചിരി വർത്താനം പറയും, അതേ ഉള്ളു. വേറെ ഒരു ശല്യമില്ല. ഫാമിലി വർത്താനം എന്ന് പറഞ്ഞുണ്ടല്ലോ, പിന്നെ നമുക്ക് അറിഞ്ഞൂടാത്ത ഇന്റർനാഷണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പൊ പിന്നെ അടിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ അറിഞ്ഞൂടാത്ത ഒരു കാര്യവും ലോകത്തില്ല. യുദ്ധത്തിന്റെ കഥയൊക്കെ പറയണതോ? ഇവിടെ അച്ഛൻ യുദ്ധം ചെയ്തേക്ക് അമ്മാവൻ പറയും. കാരണം അമ്മാവ് അവിടെ നേരിട്ട് യുദ്ധം ചെയ്താലേ പറയണേ. പിന്നെ ഒരു ദിവസം ഞാനും കനകനും കൂടെ നൈസായിട്ട് ഒഴിച്ച് അമ്മ ഞങ്ങളുമായിട്ട് പിണങ്ങിയിരുന്നു. ആ പിണക്കം തീർക്കാൻ അമ്മാവൻ വന്നതാ. നീ എന്റെ യൂണിഫോം തേച്ചിട്ടുണ്ടോ? അല്ലെ, നീ ഇത് കേക്ക്. ഹലോ, ഒരു മിനിറ്റ്, എന്റെ വൈഫാണ്, സംസാരിച്ചോട്ടെ. എന്റെ യൂണിഫോം തെച്ചിട്ടുണ്ടോ? അതിപ്പോ നിങ്ങൾക്ക് എവിടെ പോയാ? എനിക്കിത് ഡ്യൂട്ടി ഇല്ലേ?
നിനക്ക് എന്താണ് ഇതൊന്നും തലയിൽ കയറില്ല നിന്റെ ഞാൻ അവനോട് എടാ എന്റെ കാര്യങ്ങളും തലയിൽ കയറില്ല നിനക്ക് നീ ഇനി പോയി അളിയന്റെ യൂണിഫോം തേച്ചു യൂണിഫോം തേക്ക് അന്ന് നീ അവിടെ ഇരിക്കട്ടെ ഞാൻ ഈ മനുഷ്യനെ പറഞ്ഞിട്ടിട്ട് നമുക്ക് പിന്നെ പറയാം സമയമുണ്ടല്ലോ. ക്ലീറ്റോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ സ്പെഷ്യല്? പിന്നെ അമ്മാവന് ഇഷ്ടമുള്ള എല്ലാ സാധനവും ഉണ്ടാക്കി കൊടുക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ആ അതെ അയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്തായിക്കോട്ടെ. അമ്മാവൻ എന്തിനാടി അമ്മാവനെ ഒന്ന് വലിയ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്? നിങ്ങക്ക് എന്താന്നേ നാത്തൂന്റെ അമ്മാവൻ ഇങ്ങോട്ട് വന്നേന്? എന്തിനാ അമ്മാവനോട് വന്നിരിക്കുന്നത്? നാത്തൂനെ കാണാനല്ലാണ്ട് അത് എന്താണ് ഉദ്ദേശം നിനക്കറിയാമോ? അറിയാമോ നിനക്ക്? എനിക്കെങ്ങ് പറഞ്ഞൂടെ അതിന്റെ നിനക്കറിയാം നീ അറിയാൻ പാടില്ലാത്ത പോലെ നടിക്കണ നീ. അതൊക്കെ എന്തിനാടി പറയണത്? കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. വലിഞ്ഞേറി വന്നല്ലേ, പിന്നെ ഞാൻ നേരം നാണിക്കണത്. ഇന്നിപ്പോ അമ്മാവൻ വന്ന്, നാളെ അമ്മാവന്റെ അമ്മായി വരും, പിന്നെ അമ്മായിയമ്മപ്പം വരും. ഇവിടെ കയറി വരിഞ്ഞോണ്ടോ എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. ഞാൻ പൗലോസ് ആരാണെന്ന് നീ അറിയും. നീ നിന്നെ അറിയിക്കും. എനിക്കറിയാം. അറിയാലോ. എന്നിട്ട് നീ പിന്നെ പൊട്ടം കളിക്കണം, പൊട്ടിയാണ് എന്തെങ്കിലും ഒന്നും നടക്കൂല. ഈ വീട് ഞാൻ സ്വന്തമാക്കി കാണണമല്ലോ. ആരവിടെ കയറി ഇവിടെ ഭരിക്കാൻ വരണം. പൗലോസ് ആരാണെന്ന് അറിയാൻ പോണേ ഉള്ളൂ. ഞാൻ അറിയിച്ചു കൊടുക്കാം. എന്തായാലും നീ അവരുടെ കൂടെ കൂടിക്കോ കേട്ടാ. ഈ പാലായിലെ റബ്ബറിന്റെയും ഈ കാറ്റിന്റെ ഒക്കെ മണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെയാ. അങ്ങനെ പോണ്. റബ്ബർ ഇപ്പൊ വെട്ടുന്നവന്റെ ആളത്ര ശരിയല്ല, അവനെ മിക്കവാറും ഞാൻ മാറ്റും. ഇല്ല, അത് ഞാൻ എന്റെ മേൽനോട്ടത്തിലാക്കും ഇനിയിപ്പോ. ഇന്ന് രാവിലെ തിരിച്ചെന്ന് പറഞ്ഞു. അതെയോ? അയ്യോ അൻസാറ് തങ്കം ഉണ്ട്. എടാ തങ്കം നിന്നെ അന്വേഷിച്ചെന്ന് പറയാൻ വരവ് വെച്ചെന്ന്. അപ്പൊ നീ ഒരു കാര്യം ചെയ്, ഒരു ദിവസം ഇങ്ങോട്ട് പോര്. വന്നിട്ട് ഉടനെ പോകാൻ കണക്കിന് വരരുത്. വന്നാൽ 2 ദിവസം തങ്കം കണക്കിന് പോരണം കേട്ടാ. ശരിയെന്ന് ഓക്കേടാ. അതെ, അമ്മാവും വരുന്നത് അവൻ അറിഞ്ഞിരുന്നേ അവനും കൂടെ പോകുന്നേനെ. അയ്യടാ കാണാറുന്നല്ലോ. അവൻ വരട്ടെ, ഇനി വേറെ ദിവസം അവൻ വരട്ടെ. കൈ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന എന്തോ കടിച്ചടി എന്നെ. ഞാൻ ആ റബ്ബർ ഷീറ്റ് നോക്കാൻ പോയി, ഇനി അളിയും വല്ല ചൊറിയണോ പറ്റാലും വെച്ചിരുന്നോ എനിക്ക് ചെയ്ത് കളയും. എന്ത് ഒന്ന് കവർ ഒന്ന് ലിസ്റ്റ്. അല്ലേ, ഇത് രണ്ടും കൂടെ കൊണ്ടുപോയ സാധനം കടയിൽ തരില്ലല്ലോ. തരും. നിന്റെ തന്റെ ഹബീൽദാരാണോ കടയിൽ ഇട്ടേക്കണേ? എന്റെ അച്ഛനെ പറയരുത്. പിന്നല്ലാണ്ട് നീ തമാശ കളിക്കല്ലേ. പൈസ എടുക്കടി. പൈസ എന്റെ എവിടുന്ന? ക്ലീറ്റോ അല്ലേ കുടുംബനാഥൻ. ക്ലീറ്റോ നോക്കണം. ക്ലീറ്റോന്റെ നാട്ടിലാണ് ഞാൻ വന്നിരിക്കണം. എന്നെ പോറ്റേണ്ട കടമ ക്ലീറ്റോ. ഞാനിനി ഏത് നാട്ടിൽ പോയാലും പൈസ കൊണ്ട് കിടക്കാറില്ല, നിനക്കറിയാലോ. ഞാനും പൈസ ഇട്ടത്ര ശരിയാവും. അതെല്ലേ? എന്നാ പിന്നെ അമ്മാനെ വിളിച്ച് പറ വരണ്ടാന്ന്, കാശില്ലാന്ന് പറ. അവന് അമ്മാവൻ അവിടെ നിന്ന് തിരിച്ചല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ആരുടെ നൈസ് ഒന്ന് സോപ്പിട്ട് സംസാരിച്ചു നോക്കിയടി. കാണും. കൂടപ്പറപ്പല്ലേ പോയി ചോദിക്കും നിങ്ങള്. ഞാനത് ചോദിച്ചാ മോശം. നീ നൈസായിട്ട് ചോദിക്കുക, അതാകുമ്പോ കുഴപ്പമില്ല. നിങ്ങൾ ഇത് തന്നെ പറയുന്നത് എനിക്കറിയാം, എന്നെ തെണ്ടാൻ വിടുന്നുള്ളത്. നോട്ടാ ഇതങ്ങോട്ട് തന്നതേ എന്റെ ചില്ലറ ഇല്ലാത്തത് കൊണ്ടാ. ഈ എഴുതിയേക്കണ സാധനത്തിന് 1000 രൂപയുടെ താഴെ ആവുള്ളൂ. അതിന്റെ അർത്ഥം ബാക്കി പൈസ കറക്റ്റ് ആയിട്ട് എന്റെ കൊണ്ട് തരണം. ബില്ലും കാണും എനിക്ക്. അത് തരാം, പക്ഷെ അമ്മാവനെ സന്തോഷിപ്പിക്കാനായിട്ട് ചെറിയ വേണ്ട. ആ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ കലി വന്ന് നിൽക്കുക. ഇനി കള്ളു കുടിച്ച് പൂസായിട്ട് എന്റെ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടി വേണ്ട. അളിയൻ വേട്ടാവളിനെ പോവാൻ പറയും. അതെ, ഞാനൊരു ചെറുതെടുത്ത് അമ്മാവനൊന്ന് സന്തോഷിപ്പിക്കും. നീ ചുമ്മായിരുന്നു അമ്മാവനല്ലേ വിഷമം. ഇത്ര ദൂരം നിന്ന് വന്നിട്ട് പറ്റുമെങ്കിൽ അമ്മാവനെ 2 എണ്ണം അടിച്ച് ഫിറ്റാക്കിയിട്ട് അമ്മാവനെ കൊണ്ട് അയാൾക്ക് 2 തെറിയും കൂടെ വിളിപ്പിക്കും. പോലീസുകാരൻ അയാളുടെ അടുത്ത് കളിക്കല്ലേ. പിന്നെ പോലീസാറ ഇയാൾ ഇതൊക്കെ ഡൂക്കില് പോലീസടി. രാഷ്ട്രീയക്കാരുടെ പിന്നെ പോലീസാറാ കളി. വേഗം വരുമോ? അത് കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് കറി വെക്കാൻ. വരാം. പൊടിയിട്. ഇച്ചിരി വെള്ളം തളിച്ചിട്ട് തൂക്കണ്ടേ? ഈ സമയദോഷം വരുന്ന വഴിയേ. എന്താടാ അമ്മാവനല്ല, അതായത് അമ്മാവൻ വരുന്നുണ്ടല്ലോ. അമ്മാവനെ സൽക്കരിക്കാനായിട്ട് കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ഇതിനിടയ്ക്ക് എന്താ പ്രശ്നം അറിയാമോ? തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു അക്കൗണ്ടിലേക്ക്. അപ്പോൾ അത് അവിടെ എന്തോ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് 2 ദിവസം കൂടെ വൈകൂന്ന് പറഞ്ഞു. അപ്പൊ കയ്യിലാണെങ്കിൽ ഇപ്പോ ഇച്ചിരി പൈസയെ ഉള്ളൂ. എന്താ കാര്യം നീ പറ. അല്ല, എന്നാലും ഈ അമ്മാവനെ ഒന്ന് സൽക്കരിക്കാനായിട്ട് എൻ്റെ ഇപ്പൊ ഒരു 10,000 രൂപ ഇരിപ്പുള്ളൂ. എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങണമെങ്കിൽ ഇച്ചിരി പൈസയുടെ ഒരു കുറവ്. ഒരു 10,000 രൂപ നിന്റെ എടുക്കണ്ടോ? നീ കിടന്ന് ഉരുളാണ്ട് കാര്യം പറഞ്ഞോളൂ. നിനക്കിപ്പോ പൈസ വേണോ? കടമായിട്ട് മതി കേട്ടോ. കടമായിട്ട് 1000 രൂപ ഉണ്ടോ നിന്റെ?
1000 ഒന്നുമില്ല, 1000 രൂപ വേണമെങ്കിൽ തരാം. 600 600 മതി. പൗലോച്ചനോട് പറയണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പറയോ? നീ എടുത്തോണ്ട് വാ. ആ, കടമാണ് കേട്ടോ. ഇത് എന്ത് തേങ്ങ എങ്ങനെയുണ്ട്? ഞാൻ തിരിച്ചു തരാം. ഞാൻ പോണേ. ഹലോ, എവിടെ? എങ്ങോട്ട്? എവിടെയാണെന്നോ? ഇത് എന്റെ വീടല്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അതല്ല, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. പിന്നെന്താ ചോദിച്ചു? അല്ല, പിന്നെ ഡ്യൂട്ടിക്ക് പോകണോന്ന്. അതെ, ഡ്യൂട്ടിക്ക് പോവാണ്. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമോ? ഇയാള് പോയി ഉണ്ടോ? എന്റെ വീട്ടിലേക്ക് താനാണോ ക്ഷണിക്കുന്നത്? ആണോ? അളിയോ, നല്ല ചിക്കനും മട്ടണും ബീഫും എല്ലാം ഉണ്ട്. ചിക്കനും മട്ടനും ബീഫും ഫിഷും ഞാൻ നിർത്തി. എപ്പോ? ഇന്നലെ രാത്രിയും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിച്ചല്ലേ? ഇന്നലെ രാത്രിയല്ലേ? ഇന്നുകൂടെ ഇപ്പൊ നിർത്തി. പക്ഷെ അത് മണ്ടത്തരമാണ്. ഇന്ന് ഉച്ചയ്ക്കും കൂടെ കഴിച്ചിട്ട് നിർത്താം. വേണ്ട, പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് പണി നോക്കൂ. എന്റെ വീട്ടിൽ കയറി എന്നെ ക്ഷണിക്കുന്നു. പൊട്ടി വീഴേണ്ടത്. ഹലോ ഹലോ, അളിയോ ഒന്നിന്നേ. ഇതെവിടേക്കാ പോണേ? എന്ത് ഇയാൾക്ക് എന്താ വേണ്ടത്? ഹെൽമെറ്റ് എവിടെ? ഹെൽമെറ്റ് വണ്ടിയിലുണ്ട്. ഹെൽമെറ്റ് വണ്ടിയിൽ വെക്കാനുള്ളതല്ല, പിന്നെ ഹെൽമെറ്റ് തലയിൽ വെക്കാനുള്ളതാണ്. അടുത്ത് വെക്ക്. എടുക്കും. നീ അത് വെക്ക്. വെക്കും. മനസ്സിലായില്ലേ? വെക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണണ കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ട്. അല്ല, ഇന്ന് ഉച്ചയ്ക്ക് കൂടെ കഴിഞ്ഞ് നിർത്തിയാ പോരേന്ന്. ഒന്നും പറഞ്ഞില്ല, അളിയൻ പൊക്കോ. സ്റ്റാൻഡ് ശരിയാ. ചെവി കേട്ടൂടാ അച്ഛന്. ഓ, പിന്നെ കാട്ടിത്തെ അല്ല ഓട്ടിത്തെ പൊടി അവിടുന്ന്. ക്ലാരേ, ക്ലാരേ. Alien versus Alien.